ചപ്രിക്കുട്ടൻ വന്ന ഉടനെ ഞാൻ ഉമ്മ വെച്ചപ്പോ ഉപ്പ് രസം വന്നല്ലോ. അങ്ങനെ ചപ്രിക്കുട്ടൻ വീണ്ടും ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ? എല്ലാരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? വെളുപ്പാങ്കാലത്ത് വന്ന് നമ്മുടെ രതീഷേട്ടനൊക്കെ വന്നിട്ടുണ്ട്. രതീഷേട്ടനെയൊക്കെ തട്ടി വിളിച്ച് എണീപ്പിച്ച് രതീഷേട്ട ആരെ ഇപ്പൊ വിളിച്ചു ഉണർത്തണ്ട, ജാസ്മിനെ അടുക്കളയിലോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ജാസ്മിനെ വിളിച്ച് അടുക്കളയിലോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ ആർക്കായിരുന്നു? നമ്മുടെ രതീഷേട്ടന് തന്നെ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് വരുന്നത്. വന്നങ്ങോട്ട് അടുക്കളയിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്രിക്കുട്ടനെ കണ്ട ജാസ്മിൻ ചേച്ചിക്ക് അയ്യോ അങ്ങോട്ടങ്ങോട്ട് ആ ഒരു നിർഭിത മറ്റേ സാധനം അങ്ങോട്ട് കേറിയിട്ടുണ്ടല്ലോ, പുളകിതൊക്കെ ആയിട്ട് കുഞ്ഞിന് അങ്ങ് വയ്യ, അങ്ങ് മാറി, അടുക്കളയിൽ നിന്ന് അങ്ങ് മാറി പുറത്തു പോയി കുറച്ചേരം ഇരുന്ന് അപ്പുറത്തേക്ക് നമ്മുടെ ചപ്രിക്കുട്ടൻ ഓടി വരുന്നു. ചപ്രിക്കുട്ടൻ പുറകെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചപ്രിക്കുട്ടനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് ചപ്രിക്കുട്ടൻ അകത്തോട്ട് കയറിയോ? ആ ചപ്രിക്കുട്ടൻ എല്ലാവരെയും എല്ലാരും കാണുന്നു, എല്ലാരും എന്നിട്ട് ഇറങ്ങി വരുന്നു. അപ്പത്തേക്ക് വീണ്ടും അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. ഞാൻ വിചാരിച്ചങ്ങ് കടിച്ച് തിന്നുമായിരിക്കുന്നു കേട്ടോ, പക്ഷെ കടിച്ചൊന്നും തിന്നില്ല. കാരണം നമ്മുടെ ബിഗ് ബോസ് മാമൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ജാസ്മിൻ കൊച്ചിന്. അതുകൊണ്ട് അവന്റെ കടിച്ച് കീറി അങ്ങ് തിന്നൊന്നുമില്ല. ഞാൻ വിചാരിച്ച കടിച്ച് കീറി മറ്റേ അവനങ്ങ് ഊറ്റി എടുക്കുമായിരിക്കും എന്ന്. എന്തായാലും അങ്ങനത്തെ പരിപാടി നടന്നില്ല. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ലൈവ് മൊത്തം. എനിക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ ഒരുപാട് എന്തൊക്കെയോ അങ്ങ് പ്രതീക്ഷിച്ചു, പക്ഷെ പ്രതീക്ഷിച്ച കണക്കൊന്നും എന്തായാലും അതിനകത്തൊന്നും നടന്നില്ല. ചപ്രിക്കുട്ടൻ അറിയാം ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അങ്ങോട്ട് പുളകിതനാകാൻ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബ്ലോക്ക് ഡാഡി വെട്ടുകത്തിക്ക് വെട്ടുവെന്ന്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ കുഞ്ഞ് അങ്ങോട്ടേക്ക് ഒരു പരിധി ഒരു ഉണ്ട്, പക്ഷെ എന്നാലും ലിമിറ്റ് വെച്ചാണെന്ന് എനിക്ക് തോന്നി. രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി പോലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പുറത്തുനിന്ന് വന്നവര് എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനെ പുറത്തു പോയപ്പോഴത്തേക്ക് നോക്കിക്കണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് പറയുന്നുണ്ട് അവര് നോക്കിക്കണ്ട കാര്യങ്ങളൊക്കെ. ചപ്രിക്കുട്ടനും വന്ന് പറയുന്നുണ്ട്. ചപ്രിക്കുട്ടനെ പുറത്ത് ചില ആൾക്കാരെ അകത്തൊന്ന് നേരിട്ട് കാണുമ്പോഴാണ് സൗന്ദര്യമുള്ള പോലെ തോന്നുന്നത്, പുറത്ത് വെച്ച് അത് തോന്നുന്നില്ല. കുറച്ചുകൂടെ രസം, എന്നാലും ആരും മോശക്കാരല്ല, പക്ഷെ കുറച്ചുകൂടെ രസം അകത്തൊന്ന് കാണുമ്പോഴാണ്. ചിലവരെ പുറത്തുനിന്ന് TV കാണുമ്പോഴാണ് രസം. അങ്ങനെയൊക്കെ വലിയ വലിയ കഥകളൊക്കെ ചപ്രിക്കുട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ചപ്രിക്കുട്ടൻ ഈ കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ മോളുടെ അങ്ങ് മുഖമൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അങ്ങ് കരയും. ഈ ഒരു മൂടൊക്കെ ആയിരുന്നു ജാസ്മിൻ മോള്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടല്ല കേട്ടോ പറയുന്നത്, ഞാൻ കണ്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഒരു തലേനുണ്ട്, അത് വെച്ചാണ് ഇങ്ങനെ പറയുന്നത്. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഉച്ചയ്ക്കാന്ന് തോന്നുന്നു ജാസ്മിനും റസ്മിനും ഒരു കട്ടിൽ കിടക്കുന്നു, ഇപ്പഴേ നമ്മുടെ ചപ്രിക്കുട്ടൻ കിടക്കുന്നു. ഇവരുടെ ഒരു കോൺവെർസേഷൻ. അപ്പൊ ഇവരുടെ ഒരു കോൺവെർസേഷനിൽ അയ്യോ അതിന് മുമ്പ് തന്നെ ചപ്രിക്കുട്ടൻ രാവിലെ വന്നപ്പോ ഒരു കേസ് ഉണ്ടായിരുന്നു. ചപ്രിക്കുട്ടൻ നമ്മുടെ ജാസ്മിനോട് ഒരു കേസ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ജാസ്മിനെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് പുറത്ത്, ഭയങ്കര വലിയൊരു സർപ്രൈസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ എനിക്കൊരു കാര്യം തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ ഈ പുറത്തെ കാര്യങ്ങൾ അതിപ്പോ എന്താണെങ്കിലും ഈ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പുറത്തെ കാര്യങ്ങൾ ഒരു കാര്യം പോലും അകത്ത് പറയരുതെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ ബിഗ് ബോസ് മാമൻ വിളിക്കും, ഒരു വാണിംഗ് ഒക്കെ കൊടുക്കും. ഇതിപ്പം എന്തിനാണ് സർപ്രൈസിന്റെ കാര്യം? അത് അകത്ത് നടക്കുന്നതല്ലോ, പുറത്തെ കാര്യമാണല്ലോ. അപ്പൊ അതവന് പറയേണ്ട കാര്യമില്ല. അതവൻ പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് മാമൻ എന്നെ ചോദ്യം ചെയ്തു പോലും ഇല്ല. എനിക്ക് അതൊക്കെ മറ്റേ ഫേവറിറ്റിസം കേട്ടോ. ഫേവറിറ്റിസം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും അവിടെ ഉണ്ട്. അത് അവക്കുള്ള കാര്യം ഉറപ്പാണ്. ചപ്രിയോടും ആ ഒരു സാധനം ഉണ്ട്. കാരണം ചപ്രി എന്ന് പറയുന്നത് ജാസ്മിൻ ഇല്ലെങ്കിൽ ചപ്രി ഇല്ല, ചപ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ ഇല്ല. ആ ഒരു സീൻ ആയതുകൊണ്ട് തന്നെ ചപ്രി ആ ഒരു പരിപാടി കാണിച്ചപ്പോഴത്തേക്ക് ബിഗ് ബോസ് മാമൻ ഒന്നും മുണ്ടുന്നില്ല കേട്ടോ. എന്തായാലും ഞാനപ്പോ ആലോചിച്ചു, ഇവൻ ഭൂലോ ഗുഡായിപ്പാണല്ലേ ഈ ബിഗ് ബോസ് മാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നെനിക്ക് തോന്നി. കാരണം അതിനുശേഷം നമ്മുടെ അഭിഷേകും പൂജയൊക്കെ അവിടെ പുറത്തിരിക്കുകയാണ്. അപ്പം കിടക്കുവാണ് അവർ രണ്ടുപേരും കൂടെ. അപ്പൊ അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാ പൂജ പറയുന്നുണ്ട്, അഭി നീ ഇവിടെ നിൽക്കേണ്ട ആളൊന്നുമല്ല, നീ നേരത്തെ പോകേണ്ട ആളാ, ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്നേനെ. അവരുടെ ഒരു രസമുള്ള ഒരു കോൺവെർസേഷൻ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്തോ പൂജ പുറത്തെ കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ബിഗ് ബോസ് മാമൻ വിളിക്കുന്നതൊക്കെ കണ്ടു. പൂജ പുറത്തെ കാര്യം ഒന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പൂജ ഒന്നും പറയരുത് കേട്ടോ, ചപ്രിക്ക് എന്ത് വേണമെങ്കിലും പറയാം, ചപ്രിക്ക് കുഴപ്പമൊന്നുമില്ല പറയുന്നതിന്. ബിഗ് ബോസ് മാമൻ ഒന്നും പറയത്തില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉച്ചക്കെങ്ങാണ്ട് ഇവർ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ജാസ്മിനും റസ്മിനും കിടക്കുന്നു, അപ്പറേ നമ്മുടെ ചപ്രി കിടക്കുന്നു. അപ്പോഴും എന്തോ ഒരു പുറത്തെ കോൺവെർസേഷൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അധികമൊന്നുമില്ല, അത് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, ആ പോട്ടെ വിട്ടുകള. അതായത് റസ്മിൻ പറയുന്നുണ്ട്, മോളെ പുറത്ത് നടക്കുന്ന ഇവിടെ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല പുറത്ത് എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. രസമായിരുന്നു. എന്തായാലും ലൈവ് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പോളിംഗ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പോളിംഗ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ജിൻഡോ ചേട്ടൻ എന്തായാലും കയറി നിൽപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ശ്രീതു കൊച്ച് പോയി കേട്ടോ. മിഡ് വീക്ക് ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു. ശ്രീതുക്കുട്ടൻ അങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. അപ്പൊ പോകുന്നതിന് മുന്നേ ആയിട്ട് ശ്രീതുക്കുട്ടൻ എവിടെ വെച്ചായിരുന്നു, എവിടെ ഒരു പോയിന്റ് വെച്ച് അർജുനോട് പറയുന്നുണ്ട്, അർജുനെ നിന്റെ അഭിനയമൊക്കെ മതി, നിർത്തിക്കോ എന്നുള്ളൊരു സാധനമൊക്കെ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു.
അറിയാം, ശ്രീധുവിനും മനസ്സിലായി. ജനങ്ങൾക്ക് ഓൾറെഡി നമ്മളെല്ലാരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇവരെന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ എന്നൊരു സാധനം, ഇവന്റെ അഭിനയമാണോ എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ശ്രീധു ഓപ്പൺ ആയിട്ട് ഇന്നത് പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലാവട്ടെ, ആ കാണുന്ന ഒന്നും അല്ല അർജുൻ, അവന് വേറൊരു മോന്തായം ഉണ്ട് എന്ന് കുറെ പേർക്കൊന്ന് മനസ്സിലായാൽ കൊള്ളാം. അപ്പൊ ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെയാണ് നടന്നത്. ഇനി ബാക്കി കുറെ ആളുകളും കൂടെ ഇപ്പം പോകുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക്. വീണ്ടും റീ എൻട്രി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് റീ എൻട്രിക്കാണോ അതോ ഫിനാലേക്കാണോ, എനിക്കൊന്ന് റീ എൻട്രിക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഒരു 3 പേര് പോകുന്നത് ഞാൻ കണ്ടു കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിപ്പോ ഒരു സാധനം കാണിച്ചു തരാം, നിങ്ങൾക്ക് ചിരിക്കല്ലേ നിങ്ങൾ ദൈവത്തെ ഓർത്ത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ആങ്ങളമാരും പെങ്ങളൂട്ടിയും വിട്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റിന്റെ പാട്ടിന് പോയി. കാരണം ആങ്ങളമാരും പെങ്ങളൂട്ടിയും വൺ സെറ്റപ്പ് ആണല്ലോ. ഞങ്ങൾ ചെന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങു എന്നും പറഞ്ഞിരുന്നതാണ്. ഫ്ലൈറ്റ് അതിന്റെ പോക്കിനങ്ങ് പോയി. ലാസ്റ്റ് എയർപോർട്ടിൽ കൂടെ ഒക്കെ കുറെ നേരം തെണ്ടിത്തിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് രാത്രി 8:30 9 അങ്ങാണ്ടായിരുന്നു ഫ്ലൈറ്റ്. ഉള്ള ഫ്ലൈറ്റ്, നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ്, പോകാനിരുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി. ക്യാൻസൽ ആയി പോകാതെ നേരത്തെ പോകും എന്തോ ചെയ്തു. ഇല്ല, ക്യാൻസൽ ആയതല്ല, അത് പോയി, മിസ്സായി ഇവർക്ക് ഫ്ലൈറ്റ്. അതിനുശേഷം ഇപ്പൊ അടുത്ത ഫ്ലൈറ്റ് എടുത്ത്, സോറി, അടുത്ത ഫ്ലൈറ്റ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് വേറെ കാര്യം പറയുമ്പോ ഉണ്ടല്ലോ, ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങള്. ഞാൻ ബിഗ് ബോസിന് ഫസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ. ഫസ്റ്റ് എൻട്രിക്ക് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റ് മിസ് ആയാലാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഉത്തരവില്ല. ഇവരാദ്യമായിട്ടാണ് ചോണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാ. എന്റെ അമ്മ പറഞ്ഞു ഒന്നിന് കാര്യം പോയിരുന്നില്ല, എന്റെ ആങ്ങളമാരെ കൂടെ മോളെ ആങ്ങളെ നിന്നോട് അല്ല, മോളെ നന്ദനെ നിന്നോട് വീട്ടുകാര് മാത്രമാണ് ഇവന്മാരോട് നടക്കട്ടെ എന്ന് പറഞ്ഞത്. നാട്ടുകാരും പറയുന്നില്ലേ ഇവന്മാരോട് നടത്താൻ, നിന്റെ ഉള്ള കാര്യം കൂടെ കോപ്പി. നിനക്ക് മനസ്സിലായില്ലേ? ആ സായി എന്ന് പറയുന്ന സുന്ദരം കാരണമാണല്ലോ നീ ആദ്യമേ പുറത്തു പോയത്. ആ സിജോ എന്ന് പറയുന്ന പൊട്ടനും പോയി. മര്യാദക്ക് കളിച്ചുകൊണ്ടിരുന്ന ഈ സിജോ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അവിടെ നിന്നായിരുന്നെങ്കിലോ, ഇവന്റെ വാക്ക് കേൾക്കാതിരുന്നെങ്കിലോ, വീണ്ടും നീ ഇവന്മാരുടെ കൂടെ, പ്രത്യേകിച്ച് മറ്റേ നമ്മുടെ സുന്ദരൻ കണ്ണാപ്പിയുടെ കൂടെ നടന്നു. നിനക്ക് കിട്ടാനുള്ള പണി അധികം വൈകാതെ കിട്ടും. ഇന്നത്തെ കണ്ടല്ലോ, ഫ്ലൈറ്റും പോയി. പിന്നെ കണ്ണാപ്പിക്ക് പിന്നെ ഒന്നും ഒരു പുത്തരിയല്ല. കണ്ണാപ്പി എത്ര ഫ്ലൈറ്റ് കണ്ടവരാ, എത്ര ഫ്ലൈറ്റ് കണ്ണാപ്പിയെ കയറ്റാതെ പോയിട്ടുണ്ട്. കണ്ണാപ്പി എറിഞ്ഞു വീഴ്ത്തി താഴെ ഇട്ടിട്ട് അതിനകത്ത് കയറി പോയിട്ടുള്ള ടീമാ. ഇനി എറിയാൻ ഇതിനകത്ത് കല്ലങ്ങാണ് കൊള്ളായിരുന്നു കഴിഞ്ഞാൽ കോടീശ്വരൻ. അടുത്ത ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ജെറ്റ് എടുത്ത് പോകും. അതാണ് കണ്ണാപ്പി, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കണ്ട് കുറെ നേരം അവിടെ തേരാപ്പര തെണ്ടി കിടന്നിട്ട് ആ എയർപോർട്ടിന്റെ വാതിക്കലൊക്കെ ഇരിക്കുന്ന പല ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കയറി പോകുന്നുണ്ട് ആങ്ങളമാരും പെങ്ങളോട്ടേയും കൂടെ. ഇനി അതിനകത്ത് പോയിട്ട് എന്ത് കാണിക്കാനാണെന്ന് ദൈവത്തിന് അറിയാം. സായി ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇനി ചിലപ്പോൾ ചെന്നിട്ട് വന്നൊരു പരിപാടിയൊക്കെ ചിലപ്പോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മറ്റേ മൊണ്ണയായി പോകും. വീണ്ടും കയറുമ്പോഴത്തേക്ക് മറ്റേ അകത്തോട്ട് കാല് വെക്കുമ്പോഴത്തേക്ക് പിന്നെ മറ്റേ മിന്നലടിക്കും തലയിൽ. മറ്റേ ഞാൻ സീക്രട്ട് ഏജന്റിനെ പുറത്ത് വിടണം, ഇനിയും സായി ആണ് ഇനി ഇവിടെ എന്നും പറഞ്ഞ് മറ്റേ എന്നിട്ട് ഇങ്ങനെ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ ബുദ്ധനൊക്കെ കണ്ണു തുറക്കുമ്പോൾ മറ്റേ ഒരു കുറച്ച് മാത്രമേ കണ്ണിങ്ങനെ തുറന്നിരിക്കത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് ശാന്തന, ആ ശാന്ത സ്വരൂപൻ, ആ ഒരു ശാന്ത സ്വരൂപനായി മിക്കവാറും സത്യസായി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് മിക്കവാറും അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് മാറും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇത്രയും ആട്ട് കിട്ടിയല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാണിക്കാനും ഒന്നും പറയാൻ പറ്റത്തില്ല. സായി ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യമാണ്, മനസ്സിലായില്ലേ? പല ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ തന്നെ അവന് മറ്റേ അങ്ങ് പൊട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ, വേണ്ട. അപ്പം ലൈവില് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ലൈവല്ല ഇതിപ്പോ എയർപോർട്ടിൽ ഇവർ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയതേ ഉള്ളൂ. ലൈവിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ. ലൈവിലുണ്ടായിരുന്നു, ഞാൻ പറയാൻ ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മുടെ ജാൻമണി ഒന്നാമത് ചെന്നപ്പോ തൊട്ട് മറ്റേ ആട്ടം പ്രാക്കും, ഞാൻ അവളെ പ്രാകും ഇവളെ പ്രാകും എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. ഇപ്പൊ എന്തായാലും ജാസ്മിനോട് ഒരു നല്ല ഇഷ്ടമുണ്ട് എന്തായാലും ജാൻമണിക്ക്. അപ്പം ഒന്നും പറയുന്നില്ല ജാൻമണി. പക്ഷെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഇന്റർവ്യൂലൊക്കെ രഞ്ജിനിയൊക്കെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെ പ്രാകുന്നതെന്നൊക്കെ പറഞ്ഞ്. അവിടെ തിരിച്ചു കയറി ചെന്നിട്ട് ഒരു മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ ജാൻമണി പറഞ്ഞ ഇന്ന് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ജാൻമണിക്ക് അത്ര ഫീൽ ചെയ്തിട്ടാണ് ജാൻമണി ആ കാര്യം പറയുന്നത്. അതായത് നമ്മുടെ പൂജ എന്ന് പറയുന്ന വ്യക്തി പുറത്തു വെച്ചും ജാൻമണിയായിട്ട് ഒരു റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് മറ്റേ ബിസിനസ് ക്ലാസിന്റെ കാര്യം പറഞ്ഞ് ചെറുതായിട്ട് രസമായിരുന്നു. അന്നൊക്കെ ചെയ്യുമ്പോൾ പൂജ ചെയ്ത് ഇൻസ്റ്റയിൽ ഇട്ടപ്പം നല്ല രസമായിട്ടൊക്കെ നമുക്ക് തോന്നി. ഇവിടെ പല ആളുകളും ആ ഒരു സാധനം എടുത്തു വെച്ച് റീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ജാൻമണി പറയുന്നത് പൂജ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ശരിയാണ്, പൂജ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂജ എന്തെങ്കിലും ഒരാൾ വന്ന് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ സ്ഥിരം അത് പറഞ്ഞ് കളിയാക്കുമ്പോൾ മാത്രമേ പൂജയ്ക്ക് അത് മനസ്സിലാവുള്ളൂ.
ഓക്കെ. പിന്നെ പൂജയ്ക്ക് അത്ര ഏജ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുട്ടിയാണ് അവള്. ആ ഒരു എന്താ ഇനി വേണ്ട, അത് ഞാൻ പറയുന്നില്ല. അപ്പം അത്ര പക്വത നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം പക്വത ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പൂജ ശ്രദ്ധിക്കുന്നില്ല. അത് ഭയങ്കരമായിട്ട് ജാൻമണിക്ക് ഹേർട്ട് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പൂജ എപ്പോഴെങ്കിലും കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ടെപ്പോഴെങ്കിലും കാണുവാണെങ്കിലും ഞാൻ പറയാം, അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. ജാൻമണിക്ക് അത് നല്ല ഹേർട്ട് ആവുന്നുണ്ട്. ജാൻമണി അത് ജാസ്മിനോട് വന്ന് പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ജാസ്മിൻ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് എന്തോ ജാസ്മിൻ ഓക്കെയാണ്. കാരണം ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് നേരിട്ട് പൂജയോട് പറയാം, അതെന്തിനാ പറയായിരിക്കും, നമുക്ക് പൂജയോട് പറയാം, അങ്ങനെ കളിയാക്കരുതെന്ന് പറയാം. സത്യം പറഞ്ഞാൽ അത് അതിന്റെ ആവശ്യമുള്ളൂ. ജാൻമണിക്ക് അത് പക്ഷെ പറ്റത്തില്ല. ജാൻമണി എന്തെങ്കിലും കേട്ടോടണം മറ്റേ കലിപ്പായിട്ട് അങ്ങ് പോകും. ചെന്നങ്ങ് പറഞ്ഞാൽ മതി, പരിപാടി അങ്ങ് തീർന്നു. മനസ്സിലായില്ലേ? അത് പറയാതിരിക്കും തോറുമായിരിക്കും അത് ഇങ്ങനത്തെ ഇത് പൂജ അറിയത്തുമില്ല. പൂജ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുകയും ചെയ്യും. പൂജ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് ജസ്റ്റ് തമാശക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് അപ്പുറം നിൽക്കുന്ന ആൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. മറ്റേ ഗംഭീരമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്കൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നടന്നത്. ഇനിയിപ്പോ എപ്പിസോഡ് വരും. എപ്പിസോഡ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടേക്കാം. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.